മകളെ ഒരു ക്വിക്ക് റിവിഷൻ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് എല്ലാവരുടെയും ചെറിയൊരു പേടി സ്വപ്നം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നിട്ട് വേണം എക്സാമിന് പോകാൻ. എടാ ആദ്യം ബയോടെക്നോളജി പ്രിൻസിപ്പിൾസിൽ നമ്മൾ നോക്കേണ്ടത് കോർ ടെക്നോളജീസ് ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജിയിൽ 2 ടെക്നോളജിയാണുള്ളത്. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്. എടാ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? ആൾട്ടർ ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ഓർഗാനിസം. ഒന്നുമില്ലടാ, ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ മാറ്റിയാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്? ഇറ്റ് ഈസ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് രണ്ടാമത്തെ ടെക്നിക്കാണ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. സിമ്പിൾ സാധനം. അപ്പോൾ കോർ ടെക്നിക് ഓഫ് ബയോടെക്നോളജി 2 ഉണ്ട്. ജനറ്റിക് എഞ്ചിനീയറിംഗും ഉണ്ട്, ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. ബയോ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതാ നോക്ക്, ഗ്രോയിങ് സെൽസ് ടു ഒബ്റ്റെയിൻ പ്രൊഡക്റ്റ്. പല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ബയോടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ സെല്ലുകളെ വളർത്തും. അപ്പോൾ ആദ്യത്തത് ജീന് മാറ്റും, 2 സെല്ല് വളർത്തും. എക്സാമ്പിൾ നോക്കിയേ, ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിയേ, ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കുക കേട്ടോ, ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഫസ്റ്റത്തെ റീകോമ്പിനേഷൻ DNA ടെക്നോളജി ആരാടാ ചെയ്തത്? 2 സയൻറ്റിസ്റ്റ്, കോഹൻ ആൻഡ് ബോയർ. ആരൊക്കെയാടാ ഫസ്റ്റത്തെ ചെയ്തത്? കോഹൻ ആൻഡ് ബോയർ. ജസ്റ്റ് ഇത് മാത്രം. എടാ ബയോടെക്നോളജിയുടെ നമുക്ക് എപ്പോഴും അറിയണമാണ് ഈ ഒരു 7 സ്റ്റെപ്പ് അങ്ങ് പഠിച്ചു വെച്ചാൽ ചാപ്റ്റർ കഴിഞ്ഞു. ശരിക്കും ഈ സ്റ്റെപ്സ് ആണ് ചാപ്റ്റർ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പോകേണ്ടത്. ആദ്യം സ്റ്റെപ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. ഐസൊലേഷൻ ഓഫ് DNA വേർതിരിച്ചെടുക്കുക. ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA വെട്ടി മുറിക്കുക ബൈ എൻസൈമിൻ്റെ പേരാണ്. ഐസൊലേഷൻ ഓഫ് ഡിസൈഡ് DNA, ആ മുറിച്ചയിൽ ഏത് പാർട്ടാണോ ആവശ്യം ആ പാർട്ട് എടുക്കുക. ലിഗേഷൻ, ഒട്ടിക്കുക, DNA ഇൻറ്റു വെക്ടറേറ്റ് ഒട്ടിക്കുക. ട്രാൻസ്ഫർ ഓഫ് DNA ഇൻറ്റു ഹോസ്റ്റിലേക്ക് കൊടുക്കുക. വെക്ടറിൽ ഒട്ടിച്ചിട്ട് ഈ വെക്ടറിനെ ഹോസ്റ്റിലേക്ക് വെക്കണം. അതായത് ബാക്ടീരിയയിലേക്കോ പ്ലാന്റിലേക്കോ അനിമലിലേക്കോ ഒക്കെ വെക്കണം. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരിലേക്കാണോ വെക്കുന്ന അയാളെ വിളിക്കുന്നതാണ് ഹോസ്റ്റ്. നെക്സ്റ്റ് കൾച്ചറിങ് ദ ഹോസ്റ്റ് സെല്ല് കൾച്ചർ ചെയ്യണം. നെക്സ്റ്റ് എക്സ്ട്രാക്ഷൻ ഓഫ് ഡിസൈഡ് പ്രൊഡക്റ്റ്, ആവശ്യമുള്ള ആ പ്രൊഡക്റ്റ്, അതായത് ഹോസ്റ്റിൽ നമ്മൾ വെച്ച് ജീന് വെച്ചത് ചിലപ്പോൾ ഇൻസുലിൻ ഉണ്ടാക്കാനായിരിക്കും. അപ്പോൾ ആ ഇൻസുലിൻ ഇങ്ങോട്ട് വേർതിരിച്ചെടുക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ഈ 7 സ്റ്റെപ്പും എൻ്റെ മക്കൾ ഓർഡറിൽ അങ്ങ് കാണാതെ പഠിച്ചോ. അതിൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം. ശ്രദ്ധിച്ചിരുന്നോ? ഐസൊലേഷൻ ഓഫ് DNA എടുക്കാൻ ആദ്യം സെല്ല് ബ്രേക്ക് ചെയ്യണം. ബാക്ടീരിയ ആണെങ്കിൽ ഏത് എൻസൈം ആ സെല്ല് ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കാം? ലൈസോസൈം. പ്ലാന്റ് ആണെങ്കിലോ സെല്ലുലൈസ്. ഫംഗസിൻ്റെ സെൽ വാളാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ കൈറ്റിനേസ്. ജസ്റ്റ് നേരെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതിലുള്ള RNA റിമൂവ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ DNA എടുക്കുമ്പോൾ RNA റിമൂവ് ചെയ്യണം, അതിന് ഉപയോഗിക്കുന്ന എൻസൈം ഇതാ പിടിച്ചോ, റൈബോന്യൂക്ലിയസ്. ചിലപ്പോൾ ഉള്ള പ്രോട്ടീനെ റിമൂവ് ചെയ്യണം, അതിന് ഉപയോഗിക്കുന്ന എൻസൈം പ്രോട്ടിയേസ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ DNA നമുക്ക് ഇങ്ങനെ തൂക്കിയെടുക്കാൻ അതിലേക്ക് നല്ല തണുത്ത ചിൽഡ് എത്തനോൾ നമ്മൾ ഒഴിക്കണം. DNA ഈസ് സെപ്പറേറ്റഡ് ബൈ ആഡിങ് ചിൽഡ് എത്തനോൾ. മക്കൾ അങ്ങനെ നല്ല ചിൽഡ് എത്തനോൾ ഇട്ടിട്ട് DNA ഇങ്ങനെ ഒരു സ്പൂണിലൊരു ഇതിലിങ്ങനെ ടൂത്ത് പിക്കിലോ മറ്റും ഇങ്ങനെ തോണ്ടിയെടുക്കും. അതിന് വിളിക്കുന്ന ആ ടെക്നിക്കിന് വിളിക്കുന്ന പേരാണ് മക്കളെ സ്പൂളിങ്. അതിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത്. 1 മാർക്കിനൊക്കെ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. DNA സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കിൻ്റെ പേര് സ്പൂളിങ്. ചിത്രം ഇതാ എടുക്കുന്നു. ഉപയോഗിക്കുന്ന സാധനം ചിൽഡ് എത്തനോൾ. ഇതാ ഈ സാധനങ്ങളുടെ പേര് ഒരു 1 മാർക്കിന് മക്കൾ ഒന്ന് പഠിച്ചു വെച്ചോ. ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അങ്ങനെയാണെങ്കിൽ പറടാ സെക്കൻഡ് സ്റ്റെപ്പ് വെട്ടിമുറിക്കലല്ലേ, ഫ്രാഗ്മെന്റേഷൻ. എൻസൈമിൻ്റെ പേര് പിടിച്ചോ, റെസ്ട്രിക്ഷൻ എൻസൈം. 2 ടൈപ്പ് ഉണ്ട്, എക്സോന്യൂക്ലിയസും ഉണ്ട് എൻഡോന്യൂക്ലിയസ്. കേട്ടോ, എക്സോന്യൂക്ലിയസ് അറ്റത്ത് കട്ട് ചെയ്യും, എൻഡോന്യൂക്ലിയസ് നടുവിലോ ഏത് ഭാഗത്താണോ കട്ട് ചെയ്യേണ്ടത് അവിടെ പോയി കട്ട് ചെയ്യും. നോക്ക്, റെസ്ട്രിക്ഷൻ എൻസൈം തന്നെ നമ്മുടെ DNA മുറിക്കുന്ന എൻസൈമാണ്. അറ്റത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ എക്സോന്യൂക്ലിയസ്, കറക്റ്റ് ഭാഗങ്ങളിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ എൻഡോന്യൂക്ലിയസ്. കട്ട് അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസിൽ കട്ട് ചെയ്യുക കേട്ടോ. എടാ ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻസൈം ഏതാടാ? എൻഡോന്യൂക്ലിയസ്. ഏതാ നോക്കിയേ? HindII ആണ് കേട്ടോ. ആദ്യമായിട്ട് ഐസൊലേറ്റ് നമ്മൾ കണ്ടുപിടിച്ച സാധനം HindII ആണ്. ആ പേരൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു വെച്ചോ. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി എങ്ങനെയാണ് ഈറ്റിങ്ങൾക്ക് പേരിടുന്നത് എന്നുള്ളതിന് നമുക്കൊരു റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേരൊന്ന് പഠിക്കാം. EcoR1. എങ്ങനെ ഇതിന് ഈ പേര് കിട്ടി? എല്ലാവർക്കും അറിയേണ്ട ടോപ്പിക്കാണ്. ഈ ജീനസ് നെയിമാണ് ഏതിൻ്റെ? എസ്കറിഷ്യ അല്ലേ? കോ സ്പീഷീസ് നെയിമാണ് കോളൈ എന്നാണ് കോ വന്നത്. എസ്കറിഷ്യ കോളൈയാണോ അത്? ഈ എവിടുന്നാ വന്നു വെച്ചാൽ ഈ ബാക്ടീരിയ ഏത് വിഭാഗത്തിൽ പെട്ടതാണ്? RY13. അങ്ങനെ ബാക്ടീരിയകൾക്ക് പേരിടുക കേട്ടോ. RY10, RY13 അങ്ങനെയൊക്കെ പേരിടും. പിന്നെ ഈ 1 എന്താ വെച്ചാൽ ഓർഡർ ഓഫ് ഐസൊലേഷൻ. ഇത് ആദ്യം എടുത്തതാണോ അല്ലെങ്കിൽ ലാസ്റ്റ് എടുക്കുന്നതാണോ? ഓർഡർ ഓഫ് ഐസൊലേഷൻ പഠിച്ചു വെച്ചോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നേരെ ഈ ഒരു ചിത്രം അങ്ങ് പഠിച്ചാൽ, സാറി വരച്ചു വെച്ചോ, ഒന്ന് പഠിച്ചാൽ മതി. എടാ അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ നോക്കിയാൽ ഈ കട്ട് ചെയ്യണതിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണിച്ചുള്ളത്. ഇത് വെക്ടർ കണ്ടോ, വെക്ടർ. ഇത് ഫോറിൻ പുറത്തുനിന്നുള്ളൊരു DNA. ഇത് കട്ട് ചെയ്യാനുണ്ടോ? ഇവിടെ കട്ട് ചെയ്യുന്നത് ജീൻ്റെ ആൻറ്റി ഇടയിൽ. ഇവിടെ അതേപോലെ ജീൻ്റെ ആൻറ്റി ഇടയിൽ കട്ട് ചെയ്യും. ഇതിലും ജീൻ്റെ ആൻറ്റി ഇടയിൽ കട്ട് ചെയ്യും, ഇതിലും ജീൻ്റെ ആൻറ്റി ഇടയിൽ കട്ട് ചെയ്യും.
ഈ സീക്വൻസിന് നമ്മളൊരു പേര് വിളിക്കും, പാലിൻഡ്രോമിക് സീക്വൻസ് എന്നൊക്കെ വിളിക്കും. ഇവിടുന്നായിട്ട് വായിച്ചു നോക്കിയേ, GAATTC. അവിടെ നിന്നിട്ട് വായിച്ച താഴത്തുള്ളത് GAATTC. കണ്ടോ? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു ഭാഗങ്ങളില്ലേ, ഈ ഭാഗങ്ങൾ നമ്മൾ വിളിക്കുന്ന വാക്കാണ് സ്റ്റിക്കി എൻഡ്. നോട്ട് ചെയ്തോ, ഈ ചിത്രം വന്നാൽ ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. സ്റ്റിക്കി എൻഡ് എന്നുള്ള ഈ ഒരു പാർട്ട് എഴുതാൻ പറയും. ഇതും സ്റ്റിക്കി എൻഡ് ആണ്. കണ്ടോ? ഒട്ടാനുള്ള ഭാഗം കണ്ടോ? അതിന് രണ്ടിനും ഒട്ടിച്ച് വെച്ചു. ദാറ്റ്സ് ഓൾ. ഇവിടെ യൂസ് ചെയ്ത എൻസൈമിൻ്റെ പേര് നോക്കി വെച്ചോ, EcoR1. അതിനെങ്ങനെ പേര് കിട്ടിയെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. എടാ അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കുറേ DNA മുറിച്ച് വെച്ചിക്കണ്, സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇതിന് കുറേ പീസ് കിട്ടിക്കണ്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യണ്ടേ? നമ്മളൊരു പേപ്പർ എടുത്തിട്ട് 10 കഷ്ണം 15 കഷ്ണാക്കിനെ വെട്ടിയിട്ട് ഇതിനൊന്ന് പരത്തി വെക്കണ്ടേ? ജസ്റ്റ് പരത്തി വെക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ജെൽ ഇലക്ട്രോഫോറോസിസ്. നോക്ക്, സെപ്പറേഷൻ ഓഫ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഡിസയർഡ് DNA ഫ്രാഗ്മെൻറ്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. അതായത് സെപ്പറേഷൻ എന്ന് പറയണമെന്നില്ല, ഐസൊലേഷൻ എന്ന് പറയാം. നമുക്ക് ആവശ്യമായിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ്സിന് എടുക്കുക. അപ്പോൾ ഈ ചിത്രം നോക്കിയാൽ കുറേ DNA കഷ്ണങ്ങളല്ലേ എടുക്കണേ. ഇതിൽ എനിക്ക് ആവശ്യമുള്ളതിന് മാത്രം, ഇതാണ് എനിക്ക് ആവശ്യം വെച്ചോ, അതിന് മാത്രം ഞാൻ എടുക്കണമെങ്കിൽ ഇതാദ്യം പരത്തി വെക്കണ്ടേ? അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ജെൽ ഇലക്ട്രോഫോറോസിസ്. മക്കളെ നോക്ക്, എന്താ ജെൽ ഇലക്ട്രോ? DNAs ആർ സെപ്പറേറ്റഡ് ബൈ, ആ മുറിച്ച് വെച്ച DNA സെപ്പറേറ്റ് ചെയ്തു. മക്കളെ ഇത്ര മാത്രം പറ. ഈ ചിത്രം തരും പരീക്ഷയ്ക്ക്. ഇത് എന്തിൻ്റെ ചിത്രമാണ്? ജെൽ ഇലക്ട്രോഫോറോസിസ്. ഓക്കെ, ഇതെന്താ ചെയ്യണത്? സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. ഓക്കെ, DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യും. ഇത് ഒന്ന് ശ്രദ്ധിക്കട്ടോ, ഇത് കാഥോഡിൻ്റെ ഭാഗമാണ് വെച്ചോ. ഈ ഭാഗം കാഥോഡും ഈ ഭാഗം ആനോഡും ആയിരിക്കും. ആനോഡ്. ഓക്കെ, സാറ് കളർ കാണില്ല അല്ലേ? എടാ ഒന്ന് നോക്കിയടാ, ഏതൊക്കെയാടാ? ഈ ഭാഗം കാഥോഡും ഈ ഭാഗം ആനോഡും ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇവിടെ DNA ഒഴിച്ചു വെക്കും. DNA ഇങ്ങോട്ടേക്ക് ഓടും, എല്ലാ DNA ഇങ്ങോട്ടേക്ക് ഓടും. കണ്ടോ? ഇതാണ് ചിത്രം. അതിൽ സൈസ് കുറഞ്ഞ എന്നെപ്പോലെ മെലിഞ്ഞ ആളുകൾ കൂടുതൽ ദൂരം പോകും, തടിച്ച ആളുകൾ കുറച്ച് ദൂരെ പോകും. ഇത് കണ്ടോ? തടിയൻ അധികം ഓടാൻ പറ്റിയില്ല. ഓക്കെ, തടിച്ച ആളുകൾക്ക് കുറച്ച്, എന്നെപ്പോലെ മെലിഞ്ഞ ആളുകൾ കൂടുതൽ ദൂരം ഓടും. ഇസ് ഇറ്റ് ക്ലിയർ? ചിത്രം നോക്കി വെച്ചോ. പറ, സെപ്പറേറ്റ് ചെയ്യണ എന്തിൻ്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ സൈസ് അല്ലേ? ഇവിടെ ഉപയോഗിച്ച ഈ മെറ്റീരിയൽ ഏതാണ്? കണ്ടോ? ഈ ഒരു സ്ഥലം, ഈ ഒരു ഗ്രേ കളറിൽ ഈ സ്ഥലം കണ്ടില്ലേ? അതിൽ എന്താണ് ഒഴിച്ചു വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അഗാരോസ് ജെൽ. മാട്രിക്സ്, അതിന് പറയുന്ന വാക്കാണ് മാട്രിക്സ്. അതായത് ഈ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുള്ള എന്താ വെച്ചാൽ മാട്രിക്സ് ആണ്. അതിലാണ് ഇത് ഒഴിക്കുക. ഓക്കെ, മാട്രിക്സ് ഏതാ വയ്ക്കും? അഗാരോസ് ജെൽ. എടാ ഇത് കാണണ്ടേ? DNA കാണണ്ടേ? അതിന് സ്റ്റെയിൻ കൊടുക്കണം. ആ സ്റ്റെയിനിൻ്റെ പേരാണ്, കളറിൻ്റെ പേരാണ് എത്തിഡിയം ബ്രോമൈഡ്. അതൊരു ബ്രൈറ്റ് ഓറഞ്ച് കളറൊക്കെ ആയിരിക്കും കേട്ടോ. UV ലൈറ്റ് അടിച്ചാലേ കാണുള്ളേ, ശ്രദ്ധിച്ചോ. UV ലൈറ്റ്, നോർമൽ ലൈറ്റിൽ കാണൂല DNA. UV ലൈറ്റിൽ ഈ പോയിന്റ്സ് മാത്രം. എടാ ഇനി ലാസ്റ്റ്, ഇതൊരു പുഡിംഗ് ആണെന്ന് വിചാരിച്ചോട്ടോ മക്കളെ. നിങ്ങളിതൊരു പുഡിംഗ് ആണെന്ന് വിചാരിച്ചാൽ മതിയേ. പുഡിംഗ് ആണെങ്കിൽ നിങ്ങൾ പറ, വീട്ടിലൊക്കെ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കലില്ലേ? അങ്ങനെയാണെങ്കിൽ പറ, ഇതിൽ അണ്ടിപ്പരിപ്പാണ് ഈ എടുക്കുന്നത്. എങ്ങനെ അണ്ടിപ്പരിപ്പ് ഒന്ന് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ആ ഭാഗം മാത്രം, കൈയിട്ടെടുക്കുന്ന വൃത്തിയാണല്ലേ, ഈ ഭാഗം മാത്രം കട്ട് ചെയ്യുക, അത് ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് അതിന് അണ്ടിപ്പരിപ്പ് എടുത്തുന്ന ആ പരിപാടിക്ക് നമ്മൾ വിളിക്കുന്ന വാക്കാണ് ഇല്യൂഷൻ. നോക്കിയേ, DNA ഈസ് കട്ട്, ആ DNA ഭാഗം കട്ട് ചെയ്യുക. ആൻഡ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ജെൽ, ആ ജെല്ലിൽ നിന്ന് DNA മാത്രം ഇങ്ങോട്ട് എടുക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് ഇല്യൂഷൻ. ഞാൻ ഈ എഴുതിയത് പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി. ചിത്രം, വാട്ട് ഈസ് ദിസ്? ജെൽ ഇലക്ട്രോഫോറസിസ്. എന്തിനാണ്? സെപ്പറേഷൻ ഓഫ് DNA. ഇത് ചെയ്യണ മാട്രിക്സ് ഏതാണ്? അഗാരോസ് ജെൽ. എന്തിൻ്റെ ബേസിലാണ്? സൈസ്. സ്റ്റെയിനിൻ്റെ പേര്. ലാസ്റ്റ്, വാട്ട് ഈസ് ഇല്യൂഷൻ? മതി മക്കളെ, വന്നിരിക്കും 100% പ്രഡിക്ഷൻ. എടാ നെക്സ്റ്റ് മക്കളെ, ആംപ്ലിഫിക്കേഷൻ ഓഫ് ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ്സ്. അതായത് ആംപ്ലിഫിക്കേഷൻ, സൗണ്ട് ആംപ്ലിഫൈ ചെയ്യുക. എന്താണ് അർത്ഥം? മൈക്ക് സ്പീക്കറൊക്കെ എന്തിനാണ്? ആംപ്ലിഫൈ, എണ്ണം കൂട്ടാൻ അല്ലേ? കൂട്ടാൻ അല്ലേ? അപ്പോൾ നോക്ക്, നമ്മൾ അതിൽ ഒറ്റ കോപ്പി ഉള്ളൂ എന്ന് വിചാരിക്കുക, അതിന് മൾട്ടിപ്പിൾ കോപ്പീസ് ആക്കുക. അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് PCR. ഫുൾ ഫോം എല്ലാവർക്കും അറിയാം, കൂടെ പറഞ്ഞോ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഹെൽപ് ടു ആംപ്ലിഫൈ, കൂട്ടാൻ, അതായത് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാൻ. അതിൻ്റെ ചിത്രമാണ് ഈ തന്നിട്ടുള്ളത്. മക്കൾ പഠിക്കേണ്ട ഇത്ര മാത്രം. അതിൻ്റെ 3 സ്റ്റെപ്പ് പഠിച്ചോ. ഡീനാച്ചറിങ്, അന്നലിങ്, എക്സ്റ്റൻഷൻ. ചൂടാക്കി പൊട്ടിക്കുന്നതിനൊക്കെ വിളിക്കുന്ന വാക്കാണ് കേട്ടോ ഡീനാച്ചറിങ്. എൻസൈം ഒക്കെ ആഡ് ചെയ്യുന്ന സ്ഥലമാണ് അന്നലിങ്ങിൽ. ഓക്കെ, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നീട്ടി ഉണ്ടാക്കുന്ന സ്റ്റെപ്പ്. നിങ്ങൾ ജസ്റ്റ് ആ 3 സ്റ്റെപ്പിൻ്റെ പേര്, ഡീനാച്ചുറേഷൻ, അന്നലിങ്, എക്സ്റ്റൻഷൻ. ഇവിടെ വയ്ക്കുന്ന എൻസൈമിൻ്റെ പേര് DNA പോളിമറൈസ് അഥവാ ടാക് പോളിമറൈസ്. അത് എവിടുന്നാണ് ഈ എൻസൈം കിട്ടുന്നത് എപ്പോഴും വരും. ഈ ക്വസ്റ്റ്യൻ വന്നാൽ അതില്ലാതെ പോവില്ല. ടാക് പോളിമറൈസ് എവിടുന്നാണ് ഐസൊലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ തെർമസ് അക്വാറ്റിക്കസ്. മറക്കരുത്, ഇറ്റ് ഈസ് എ ബാക്ടീരിയ. തെർമസ് അക്വാറ്റിക്കസ് ഇസ് എ ബാക്ടീരിയ. അവിടുന്ന് കിട്ടുന്നതാണ് ടാക് പോളിമറൈസ്. ഈ ചിത്രം നോട്ട് ചെയ്തോ. കണ്ടോ 30 സൈക്കിള്, ഇത് 30 പ്രാവശ്യം നടന്നാൽ ബില്യൺസ് ടൈം ആംപ്ലിഫൈ ചെയ്യും കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ, എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. ബില്യൺസ് ടൈം. കണ്ടോ എൻസൈമിൻ്റെ ഭാഗം? കണ്ടോ?
ഓക്കെ, ഈ ചിത്രമായിരിക്കും വരിക പരീക്ഷയ്ക്ക്. 100% പ്രഡിക്ഷൻ. കുട്ടികളുടെ പേടി സ്വപ്നമായ ഏരിയ ക്ലോണിംഗ് വെക്റ്റർ. എടാ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വെക്റ്റർ? ഒന്നിനെ ക്യാരി ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോകാം. ഞാൻ ഈ പറഞ്ഞ മാത്രം കാണാതെ പഠിക്കാം. എടാ നോക്കടാ, വെഹിക്കിൾ ദാറ്റ് ക്യാരി ഫോറിൻ DNA ആൻഡ് റെപ്ലിക്കേറ്റ് ഇൻസൈഡ് ഹോസ്റ്റ് DNA. അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ക്യാരി ഫോറിൻ DNA, പുറത്തുനിന്നൊരു DNA കിട്ടിയതിനെ ക്യാരി ചെയ്യാം. മാത്രമല്ല സെല്ലിൻ്റെ ഉള്ളിൽ കയറിയാൽ മൾട്ടിപ്ലൈ ചെയ്യാനും കഴിവ് വേണം. അതായത് റെപ്ലിക്കേറ്റ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാനും കഴിവ് വേണം. ഹോസ്റ്റിൻ്റെ ഉള്ളിൽ കയറി അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവർക്ക് വേണ്ട 3 ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കാണാതെ അങ്ങ് പഠിച്ചു വെക്കുക. പ്രസൻസ് ഓഫ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. നെക്സ്റ്റ്, പ്രസൻസ് ഓഫ് സെലക്റ്റബിൾ മാർക്കേഴ്സ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറയും. മക്കളെ അത് ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിൾസ് മാത്രം മക്കളൊന്ന് പഠിച്ചു വെച്ച്. ഏതൊക്കെയാണ് സെലക്റ്റബിൾ മാർക്കർ? ആംബിസിലിൻ റെസിസ്റ്റൻ്റ് എന്നാണ് ഇത് വായിക്കുക കേട്ടോ. ഇങ്ങനെ തന്നെ പരീക്ഷ കഴിഞ്ഞാൽ മതി. ആംബിസിലിൻ റെസിസ്റ്റൻറ്റ്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ്, പേര് മാത്രം. നെക്സ്റ്റ്, പ്രസൻസ് ഓഫ് റെക്കഗ്നിഷൻ സൈറ്റ്. ഇങ്ങനെ 3 ഫീച്ചേഴ്സ് മക്കൾ കാണാതെ അങ്ങ് സംഭവം മാത്രം അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. പറ, ക്ലോണിംഗ് വെക്ടേഴ്സിൻ്റെ 3 ഫീച്ചേഴ്സ് നിർബന്ധം, സംശയമൊന്നുമില്ല. 3 ഫീച്ചേഴ്സ്, നേരെ പേര് മാത്രം, ഡെപ്ത്തൊന്നുമില്ല. നെക്സ്റ്റ്, എടാ ടൈപ്സ് ഓഫ് വെക്റ്റർ. ഏതൊക്കെ ടൈപ്പ് വെക്റ്റർ നമുക്കുണ്ട് നോക്കിയേ. ഒന്ന് പ്ലാസ്മിഡ്, അതിൽ തന്നെ വരുന്നതാണ് ഈ സാധനം. പിന്നെ ഒന്നുള്ളത് റിട്രോവൈറസ് ആണ് കേട്ടോ. നോക്ക്, ഈ ചിത്രം, പ്ലാസ്മിഡിൻ്റെ ഈ ചിത്രം വന്ന ഒരുപാട് വർഷങ്ങളുണ്ട്. മാർക്ക് ചെയ്യാൻ പഠിക്കണം. ഇത് ഏതാണ്? വെക്റ്റർ PBR 322 നമ്മൾ ഉണ്ടാക്കിയൊരു സാധനമാണ് അല്ലേ. വെക്റ്റർ PBR 322 എന്ന് പറയുന്ന ഒരു പ്ലാസ്മിഡ് വെക്റ്റർ നമ്മൾ ഉണ്ടാക്കിയാണ്. അതിലിങ്ങനെ കുറേ മാർക്കിങ്ങുകളുണ്ട് കണ്ടോ. ഇതൊക്കെ എൻസൈംസിൻ്റെ പേരുകളാണ് കണ്ടോ. ആ പേരുകളൊക്കെ പഠിക്കണം. ഈ ഒരു വാക്ക് ഓർമ്മ ഉണ്ടോ? ആംബിസിലിൻ റെസിസ്റ്റൻറ്റ്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ്. ആ ഭാഗം നോട്ട് ചെയ്യണം. എക്സ്ട്രാ നോട്ട് ചെയ്യേണ്ടതാണ്. നോട്ട് ചെയ്തോ. എക്സ്ട്രാ നോട്ട് ചെയ്യേണ്ട ഈ റോപ്പ് എന്ന് അറിയുന്ന സാധനം എന്താണ്? ഓക്കെ, ജസ്റ്റ് പരീക്ഷ 1 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. റോപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ ഇൻവോൾവ് ഇൻ റെപ്ലിക്കേഷൻ. ജസ്റ്റ് വാട്ട് ഈസ് റോപ്പ്? റോപ്പ് എന്താണെന്ന് ഒന്ന് വായിച്ചു വെച്ച്. ഈ ചിത്രം തന്നിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് പറഞ്ഞത്. ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ചോദിക്കും. ഇത് ഏതാന്ന് ചോദിക്കും. PBR 322 മറന്നിട്ട് ആരും പരീക്ഷയ്ക്ക് പോകണ്ട. വാട്ട് ഈസ് റോപ്പ്? പ്രോട്ടീൻ ഇൻവോൾവ് ഇൻ റെപ്ലിക്കേഷൻ. പ്രോട്ടീൻ ഇൻവോൾവ് ഇൻ റെപ്ലിക്കേഷൻ. അതിനെ കോഡാണ് റോപ്പ് കോഡ് കേട്ടോ. റോപ്പ് കോഡ് ഫോർ പ്രോട്ടീൻ ഇൻവോൾവ്. അതായത് കോപ്പി ഉണ്ടാക്കണ്ടേ, റെപ്ലിക്കേറ്റ് ചെയ്യണ്ടേ. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോപ്പി ഉണ്ടാക്കുക. കോപ്പി ഉണ്ടാക്കാൻ പ്രോട്ടീൻ ആവശ്യമാണ്. ആ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ആളാണ് ROP. ജസ്റ്റ് അത് മാത്രം എഴുതി വെച്ചാൽ മതി മക്കളെ. ഇതാണ് ഈ ചിത്രത്തിൽ നിന്ന് ഇതിന്ന് ബേസ് ചെയ്ത് ചോദിക്കുക. ഇനി ഇവിടെ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഈ മെൻഷൻ ചെയ്ത് ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിംഗ് വെക്ടർ. ഓക്കെ, നെക്സ്റ്റ്, എടാ പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്ന ഒരു വെക്ടറാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. അതിൻ്റെ TI പ്ലാസ്മിഡ് ആണ് ഉപയോഗിക്കാറ് കേട്ടോ. പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്ന വെക്ടറാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. അതിൻ്റെ TI പ്ലാസ്മിഡ് ഉപയോഗിക്കുക. ആനിമൽസിനാണെങ്കിലോ റിട്രോവൈറസിനാണ് ഉപയോഗിക്കുക. ഓക്കെ, മതി മക്കളെ. ഇനി ഇതിലൊരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ് ഓഫ് സെലക്ടിങ് ട്രാൻസ്ഫോർമൻറ്റ് ആൻഡ് നോൺ ട്രാൻസ്ഫോർമൻറ്റ്. അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതൊക്കെ മുറിച്ച്, ഇതൊന്നും കണ്ണുകൊണ്ട് അങ്ങനെ കാണുന്ന പരിപാടി അല്ലല്ലോ. ഇതൊക്കെ മുറിച്ചത് ശരിയാണോ അല്ലേ, ട്രാൻസ്ഫോർമേഷൻ നടന്നിക്കണോ നടന്നിട്ടില്ലേ, ഇത് വേർതിരിച്ചറിയാനുള്ള 2 സ്റ്റെപ്സ്. എന്നാ നോക്കിക്കോ. ബൈ യൂസിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഉപയോഗിച്ച് ചെയ്യാം. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഏതൊക്കെയാണ്? ആംബിസിലിൻ റെസിസ്റ്റൻറ്റും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റും. നേരത്തെ സാറേ ഈ തന്നു ഫീച്ചേഴ്സിൽ ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഈ 2 സാധനങ്ങളാണ് ഉദ്ദേശിച്ചത് മക്കൾ. ഇത് മാത്രം ട്രാൻസ്ഫോർമൻറ്റും നോൺ ട്രാൻസ്ഫോർമൻറ്റും കണ്ടുപിടിക്കാനുള്ള വഴി ബൈ യൂസിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. രണ്ടാമത് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. അതിലെന്തോ ഉപയോഗിക്കുക വെച്ചാൽ ബീറ്റാ ഗാലക്ടോസിഡേസ് ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടെക്നോളജി വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്, ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. അപ്പോൾ 2 ടെക്നിക്ക് ഏതൊക്കെയാണ്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ്, ട്രാൻസ്ഫോർമൻറ്റ് നോൺ ട്രാൻസ്ഫോർമൻറ്റ് നിർബന്ധമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേര് ബൈ യൂസിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനും. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. അതിലെന്തോ ഉപയോഗിക്കുന്നത്? ബീറ്റാ ഗാലക്ടോസിഡേസ്, അത് ബ്ലൂ കളർ കൊടുക്കും. ആ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അതിൽ നോക്കിക്കോ, വൈറ്റ് കളറാണ് വന്നെങ്കിൽ റീകോമ്പിനേഷൻ നടന്നു. സെല്ലിന് വൈറ്റ് കളറാണ് കിട്ടണമെങ്കിൽ റീകോമ്പിനേഷൻ നടന്നു, വേറെ ഒന്നും പഠിക്കണ്ട. സെല്ലിന് ബ്ലൂ കളർ തന്നെയാണ് കിട്ടണമെങ്കിൽ റീകോമ്പിനേഷൻ നടന്നിട്ടില്ല, നോൺ റീകോമ്പിനൻറ്റ്. അതായത് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടന്നു, ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടില്ല. ഇത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മക്കളെ. ജസ്റ്റ് അങ്ങ് കാണാതെ പഠിച്ചു വെച്ചാൽ അതിൽ ഭയങ്കര ഓവർ കൺസെപ്റ്റിക്ക് ഒന്നും പോകണ്ട, വൈഡ് ലെങ്ത്ക്ക് പോകും. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പഠിക്കുക. നെക്സ്റ്റ്, ഈ സെല്ലൊക്കെ ഉണ്ടാക്കി, വെക്ടറൊക്കെ ഉണ്ടാക്കി, ഇനി ഇത് എങ്ങോട്ടേക്ക് കൊടുക്കണം? ഹോസ്റ്റിൻ്റെ ശരീരത്തിലേക്ക് കൊടുക്കണം മക്കളെ. ഹോസ്റ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാനുള്ള 4 ടെക്നിക്കാണ്. ഹീറ്റ് ഷോക്ക് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ സെല്ലും ഹോസ്റ്റ് സെല്ലും ആ DNA വെക്ടറും ഒക്കെ എടുത്തിട്ട് നേരെ ഐസിലിടുക. എന്നിട്ട് ഹീറ്റ് കൊടുക്കുക 42 ഡിഗ്രി. വീണ്ടും ഐസിലിടുക, അപ്പോഴേക്കും കയറും. ദാറ്റ് ഈസ് ഹീറ്റ് ഷോക്ക്. നെക്സ്റ്റ്, മൈക്രോ ഇഞ്ചക്ഷൻ. ഒന്നുമില്ല, നേരെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് ജീൻ ഗണ്ണ്. ഇതേപോലെ തന്നെ ഗണ്ണ് വെടിയേക്കുക. അതന്നെ സംഭവം. എന്താ വെച്ചാൽ DNA ഇല്ലേ, DNA
DNA എടുത്തിട്ട് പ്ലാന്റ്സിൽ വെച്ചുകൊണ്ട് ഒറ്റ വെടി DNA ഇതിൽ വെക്കുക, അതിൽ തോക്കിൽ തര DNA ആക്കി വെക്കുക, അതിൻ്റെ മേലെ ഗോൾഡ് കോട്ട് ചെയ്യുക, ഗോൾഡ് ടങ്സ്റ്റനൊക്കെ DNA മേലെ കോട്ട് ചെയ്യുക, തരമായിട്ട് ഗോൾഡ് അതിൻ്റെ ഉള്ളിൽ DNA ഉണ്ടാവും, ഒറ്റ വെടി വെക്കുക, പരിപാടി ചെയ്യും. DNA is coated with gold or tungsten and shot ചെയ്യുക, പരിപാടി ചെയ്യും. ഓക്കെ, മനുഷ്യന്മാരിൽ വെടിവെക്കോ ഇല്ല, ഇഞ്ചക്ഷൻ. പ്ലാന്റ്സ് ആണെങ്കിൽ ജീൻ കാർഡ്. നെക്സ്റ്റ് ആണ് ഡിസ്ആംഡ് പാത്തോജൻ എന്നൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് അസുഖം ഉണ്ടാക്കാൻ കഴിവില്ലാത്ത പാത്തോജൻ കേട്ടോ, അസുഖമൊന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത വൈറസോ അങ്ങനെ ആരും ഉപയോഗിച്ച് ഇതും ചെയ്യാൻ പറ്റും. മക്കളെ ഇതാ വരുന്ന ക്വസ്റ്റ്യനാണ്, ഒരുപാട് തവണ PYQലൊക്കെ വന്നാണ്. ട്രാൻസ്ഫറിങ് ഓഫ് റീകോംബിനന്റ് ടു ഹോസ്റ്റിലേക്ക് അല്ലെങ്കിൽ കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ് എന്നൊക്കെ വരും. കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ് അങ്ങനെ വാക്ക് വരെ പരീക്ഷ കേട്ടോ. ഈ 4 ടെക്നിക്ക് ഒന്ന് വേഗം പേര് മാത്രമെങ്കിലും പഠിച്ചു വെച്ചോ. എടാ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് കൾച്ചറിങ് ഓഫ് ഹോസ്റ്റ് സെൽ. മക്കളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതൊരു ചെറിയ ഇൻസുലിനൊക്കെ ഒരു ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കി നമ്മൾ ലോകത്തിന് വല്ല ഉപകാരം ഉണ്ടാവുമോ? ഇല്ല. ലാർജ് സ്കെയിൽ 1000 ലിറ്റർ ഒക്കെ ഉണ്ടാക്കണം. മക്കളെ അതിന് ഉപയോഗിക്കുന്ന 2 ബയോ റിയാക്ടറുകളാണിത്. ബയോ റിയാക്ടർ മക്കളെ ചിത്രം വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറും ഇതാണ് സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറും. രണ്ടിൻ്റെയും പേര് ശ്രദ്ധിച്ചോട്ടോ, ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പേര് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക, രണ്ടിൻ്റെയും മാർക്കിങ്സും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണോ? മതിയടാ, ബയോടെക്നോളജി ഇത്ര നോക്കിയാൽ മതി. ഓക്കെ.